മലയാള സിനിമാ രംഗത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ കേരള സർക്കാർ നിയുക്തമാക്കിയിട്ടുള്ള ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സജിമോൻ എന്ന ഒരു നിർമ്മാതാവ് നൽകിയിട്ടുള്ള ഹർജിയാണ് ഇപ്പോൾ കേരള ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. അപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന വിവരാവകാശ കമ്മീഷൻ്റെ തീരുമാനം നടപ്പിൽ വരുത്താൻ സർക്കാർ സന്നദ്ധമായിട്ടുള്ള ഒരു ഘട്ടത്തിലായിരുന്നു റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി മുമ്പാകെ എത്തിയിട്ടുള്ളത്. 4 വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമാ രംഗത്ത് സ്ത്രീകളുടേതായിട്ടുള്ള ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് WCC എന്ന പേരിൽ വിമൻ ഇൻ സിനിമ കലക്റ്റീവ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടുകൊണ്ട് വിമൻ ഇൻ സിനിമ കലക്റ്റീവിൻ്റെ പ്രവർത്തകർ മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്നും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സർക്കാർ തന്നെ സജ്ജമാക്കിയിട്ടുള്ള ഒരു കമ്മിറ്റിയെ കൊണ്ട് പരിശോധിപ്പിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വളരെ പെട്ടെന്ന് സർക്കാരിന് സമർപ്പിച്ചുവെങ്കിലും ആ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഒരു ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയാണ് എന്നുള്ള നിലയിൽ സർക്കാർ പുറത്തുവിടാതിരിക്കുകയായിരുന്നു. തുടർന്നാണ് വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് സർക്കാരിനോട് തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത്. വ്യക്തികളുടെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നിരവധി തലങ്ങളിലുള്ള വ്യക്തികളുടെ സ്വകാര്യതക്ക് ഭംഗം വരുത്താതെ, സ്വകാര്യത ഹനിക്കാത്ത വിധത്തിൽ ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള ആവശ്യമാണ്, എന്നുള്ള നിർദ്ദേശമാണ് വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരുന്നത്. അത് സ്റ്റേ ചെയ്യാൻ ഇടവന്നിട്ടുള്ളത് ഈ സജിമോൻ എന്ന പ്രൊഡ്യൂസർ ഹൈക്കോടതി മുമ്പാകെ നൽകിയിട്ടുള്ള ഹർജിയുടെ പശ്ചാത്തലത്തിലായിരുന്നു. വനിതാ കമ്മീഷൻ നേരത്തെ WCC നൽകിയിട്ടുള്ള ഹൈക്കോടതി മുമ്പാകെ നൽകിയിട്ടുള്ള റിട്ട് ഹർജിയിൽ സ്വമേധയാ കക്ഷി ചേർന്നിരുന്നു. സ്വമേധയാ കക്ഷി ചേരാൻ കാരണം രാജ്യത്ത് വിവിധ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും പരിരക്ഷിക്കാൻ സജ്ജമാക്കിയിട്ടുള്ളൊരു നിയമം 3 ദശാബ്ദക്കാലത്തിലേറെയായി സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ സിനിമാ മേഖലയിൽ നടപ്പിലാവുന്നില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് WCC ഹൈക്കോടതി മുമ്പാകെ 2 റിട്ട് ഹർജികൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. വനിതാ കമ്മീഷൻ സ്വമേധയാ ആ ഹർജികളിൽ കക്ഷി ചേരുകയും മലയാള സിനിമാ രംഗത്ത് വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അത് ചർച്ച ചെയ്യാനും അതിന് പരിഹാരം കാണുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലനിൽക്കുന്ന നിയമം പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന പേരിൽ 2013 മുതൽ രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ള നിയമം അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനം പോലും സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. വനിതാ കമ്മീഷൻ അന്ന് ഹൈക്കോടതി മുമ്പാകെയുള്ള ഈ റിട്ട് ഹർജികളിൽ കക്ഷി ചേർന്നുകൊണ്ടാണ് സിനിമാ നിർമ്മാണ മേഖല തീർച്ചയായും ഒരു തൊഴിലിടമാണെന്നും അവിടെ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള പരിരക്ഷ ഉറപ്പുവരുത്തണമെന്നും വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് കമ്മിറ്റികൾ എല്ലാ സിനിമ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവണം എന്നുള്ള അഭിപ്രായം ഹൈക്കോടതി മുമ്പാകെ വെച്ചിട്ടുള്ളത്. വനിതാ കമ്മീഷന്റെ അഭിപ്രായം കൂടെ സ്വീകരിച്ചുകൊണ്ടാണ് അന്ന് ഹൈക്കോടതി സിനിമ എന്ന് പറയുന്ന അത് ഒരു തൊഴിലിടമാണെന്നും സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ തുടക്കം മുതൽ സിനിമ റിലീസാവുന്നതുവരെയുള്ള ഘട്ടങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റികൾ ആ തൊഴിലിടത്തിൽ പ്രവർത്തിക്കണം എന്നും ആവശ്യപ്പെട്ടിരുന്നത്.